നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. നെല്ലീസ് ഫാമിലി ടോക്കിലേക്ക് സ്വാഗതം. സംസാരിക്കുന്ന വിഷയം പലതരത്തിലുള്ള ജോലികൾ നമ്മളുടെ ഇടയിലുണ്ട്. എങ്ങനെയാണ് ഈ ജോലികൾ വളരെ ഭംഗിയായി ചെയ്ത് തീർക്കുന്നത്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമുക്കിതിനെ മൂന്നായി തരംതിരിക്കാം: ഹാർഡ് വർക്ക്, ഷാർപ്പ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്. അത് മൂന്നെണ്ണവും നമുക്ക് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ ഹാർഡ് വർക്കിനെ പറ്റി ചിന്തിച്ചിരുന്നവരുടെ കാലഘട്ടമായിരുന്നു. ശരീരം കൊണ്ട് മാക്സിമം ജോലി ചെയ്യുക എന്നർത്ഥത്തിലായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വന്നപ്പോൾ, ടെക്നോളജിയിൽ വ്യത്യാസം വന്നപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറി. ജോലികൾ ലിവറേജ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തർ ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വേണ്ടി ജോലികൾ ചെയ്തു തരാനും നമ്മളുടെ അനുസരണം പ്രവർത്തിക്കാനും പുതിയ ടെക്നോളജികൾ വന്നു. അങ്ങനെയാണ് നമുക്ക് 3 തരത്തിലുള്ള ജോലികളെപ്പറ്റി, നമ്മൾ 3 തരത്തിൽ ഇതെല്ലാം ചെയ്യാം എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിയത്. ആദ്യം നമുക്ക് ഷാർപ്പ് വർക്കിനെ പറ്റി പഠിക്കാം. ഷാർപ്പ് വർക്ക് എന്നത് ശരീരവും മനസ്സൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ്. ദാറ്റ് ആർ ദ 2 ആക്സസ് ഓഫ് ദിസ്. അപ്പോൾ ഷാർപ്പ് വർക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു? ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗമില്ലാതായിരിക്കുന്ന പല സാധനങ്ങളുണ്ട്. നമ്മളുടെ അറിവ് യഥാവിധി ഉപയോഗിച്ചില്ലെങ്കിൽ അതിനുപയോഗമില്ല. നമ്മൾ വായിക്കുന്ന ബുക്കുകൾ യഥാവിധി നമ്മളുടെ കയ്യിൽ ബുക്കുണ്ട്, വായിച്ചില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ, അത് ഫുഡ് വാങ്ങാനുള്ള സമ്പത്തുണ്ട്, പക്ഷേ നമുക്ക് കഴിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡായ സ്നേഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു, നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഉപയോഗശൂന്യമില്ലാത്തത് എല്ലാം തന്നെ നമ്മളിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുകയാണ്. പക്ഷേ നമുക്ക് ആ കഴിവുണ്ട്, പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നിരിക്കെ അതുകൊണ്ട് ഒരു ഉപയോഗമില്ലാതായി മാറുകയാണ്. അതുപോലെ തന്നെ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സും ശരീരത്തോടെ ചേർന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള കഴിവുകളുണ്ട്, പക്ഷേ ആ കഴിവുകളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്കുള്ള കഴിവുകളെ എങ്ങനെ പുറത്തെടുക്കാൻ കഴിയും? അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യുക എന്നതാണ്. ക്ലീൻസിങ് ദ മൈൻഡ്. യുവർ മൈൻഡ് ക്ലീൻ ചെയ്യണം. എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും? അതിന് ഒന്നാമതായി നമുക്ക് വേണ്ട ഫൊർഗീവ്നെസ് ആണ്. നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. 2, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. നമുക്ക് മറ്റുള്ളവരോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, സഹായഹസ്തം കൊടുക്കാൻ കഴിയണം. അൺകണ്ടീഷണൽ ലവ്, നല്ല സ്നേഹമുണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം. നമ്മളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് കടന്നു വരണം. എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ആ തരത്തിലേക്ക്, മനസ്സിലായോ? ക്ലീനിങ്. അതോടൊപ്പം തന്നെ ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ്. പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ കഴിയണം. ചേഞ്ച് ഓഫ് ഹാബിറ്റ്സ്. നമ്മുടെ തോട്ട്സുകളിലൂടെ ചിന്തകൾ കണ്ടിന്യൂസായി വരുമ്പോൾ ആ ചിന്തകൾ നമ്മുടെ ഹാബിറ്റുകളായി മാറുന്നു. ആ ഹാബിറ്റുകളാണ്, സ്ഥിരമായ ഹാബിറ്റുകൾ നമ്മുടെ ക്യാരക്ടറായി മാറും. അങ്ങനെയാണ് ഇത് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മൈൻഡിനെ മാറ്റിയെടുക്കാൻ കഴിയും. മൂന്നാമതായി നമ്മൾ ഇതിൻ്റെ എക്സ്പാൻഡ് യുവർ മൈൻഡാണ്. നമ്മുടെ മൈൻഡിനെ എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ നമ്മുടെ മൈൻഡിനെ എക്സ്പാൻഡ് ചെയ്യാം? നോളജ് അക്വയർ ചെയ്തുകൊണ്ട്. ഇൻസ്പിറേഷണൽ റീഡിങ്സ് ഉണ്ടാവാം. ഡെയിലി ഒരു 20 പേജ് പുസ്തകം വായിക്കണം. അത് നിഷ്കർഷിച്ചേക്കോ. നമ്മുടെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അറിവ് നേടേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ നമുക്ക് ചെയ്യാം. ഫ്യൂവൽ ഓഫ് യുവർ മൈൻഡ്. നമുക്കിതൊക്കെ എന്ന് പറഞ്ഞാൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന എനർജി, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂവൽ കൊടുക്കുന്ന ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ട്രാവൽ വൈഡ്ലി. നല്ല യാത്രകൾ ചെയ്യണം. യാത്രകൾ ചെയ്യുന്നതോടൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ഇൻട്രാക്ട് വിത്ത് ദ പീപ്പിൾ. ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യണം. ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യും? വലിയ തോതിൽ നമ്മുടെ മനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. മറ്റുള്ളവരുടെ നോളജ് കിട്ടി, യാത്രകളിൽ നിന്ന് കണ്ടു കേട്ടറിഞ്ഞു, പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചു, പോസിറ്റീവ് ആൾക്കാരായിട്ട് നിന്നു, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. ചില കാര്യങ്ങൾ നമ്മൾ പരിപൂർണമായും ചെയ്യണം. അതാണ് 4ാമത്തെ പോയിന്റ്. മസ്റ്റ് ഡു. നമ്മളത് ചെയ്തിരിക്കണം. നമ്മൾ ജേണലുകൾ, ഐഡിയകൾ, അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കണം. നമ്മൾ തീർച്ചയായും അത് ചെയ്തേ പറ്റൂ. എന്തിനു വേണ്ടിയാണ്? ഒരു ഷാർപ്പ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ഫോൺസുകളുടെയൊക്കെ ഉപയോഗത്തിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലുള്ള യൂട്യൂബുകളിലൂടെ ആൾക്കാർ പറയുന്നതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സ്മാർട്ട് ഫോണിലൂടെ ചാറ്റ് GPT പോലെ എത്രയോ പുതിയ ടെക്നോളജികൾ നമുക്ക് ഇൻഫർമേഷൻ തരുന്ന, അറിവ് തരുന്ന കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ നല്ല പോസിറ്റീവ് ആൾക്കാരുമായി മീറ്റ് ചെയ്യുന്നതിലൂടെ
ഇൻസ്പയറിംഗ് ബുക്സുകൾ വായിക്കുന്നതുകൊണ്ട്, ഇൻസ്പയറിംഗ് ഫ്രണ്ട്സുകൾ കിട്ടുന്നത് കൊണ്ട് ഇത്തരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിത്രയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെയും അകത്തുള്ളതും പുറത്തുള്ളതുമായ നമ്മുടെ ഒരു മൈൻഡിനെ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ ഇന്നർ വേൾഡും ഔട്ടർ വേൾഡും സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇന്നർ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ ക്ലീൻ ചെയ്തു, നമ്മൾ കുറേ കാര്യങ്ങൾ നേടുന്നതോടുകൂടി നമ്മുടെ ഇന്നർ മൈൻഡ് സെറ്റാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ഔട്ടർ മൈൻഡും സെറ്റാവണം. നമ്മളൊരു കാര്യത്തെ ഉൾക്കൊള്ളാനുള്ളൊരു മൈൻഡും നമ്മുടെ മനസ്സിനകത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു മൈൻഡിനെ നമ്മൾ സെറ്റ് ചെയ്തു. ഇത്തരത്തിലേക്ക് ആകുമ്പോഴാണ് നമുക്ക്, ഇങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഷാർപ്പ് വർക്ക് ചെയ്യാൻ പറ്റൂ. ഷാർപ്പ് വർക്കിനെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ചോദ്യം വരും, ഹൗ ടു ഷാർപ്പ് യുവർ മൈൻഡ് എന്ന്. അങ്ങനെ മൈൻഡ് ചെയ്യാൻ, അതാണ് പറഞ്ഞത്, അക്യൂറിങ് നോളേജ്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത്, വിഷ്വലൈസ് ചെയ്ത്, ട്രെയിൻ ചെയ്ത്, അഫർമേഷൻ പറഞ്ഞ്, പ്രെയർ പറഞ്ഞ്, സെൽഫ് ഡെവലപ്മെൻറ്റ് ചെയ്ത്, ഇത്തരത്തിലൊക്കെ ഉള്ള മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ മൈൻഡിനെ ഷാർപ്പൺ ചെയ്യാനുള്ള ടെക്നോളജി. ക്ലീനിങ് യുവർ മൈൻഡ്, ഞാൻ പറഞ്ഞു നമ്മുടെ മൈൻഡിനെ എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു. അങ്ങനെ മൈൻഡിനെ ക്ലീൻ ചെയ്യുകയും നമ്മുടെ മൈൻഡിനെ ഷാർപ്പൺ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം, അതാണ് ഷാർപ്പൺ യുവർ മൈൻഡ് എന്ന് പറയുന്നത്. ട്രെയിനിങ് പ്രോഗ്രാംസ് ആവാം, ഫോക്കസ് ചെയ്തുകൊണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ട്, പെയർ ചെയ്തുകൊണ്ട്, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട്, അഫർമേഷൻ പറഞ്ഞുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗോൾ സെറ്റിങ്ങിലേക്ക് പോകാൻ പറ്റുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എടുത്ത തയ്യാറെടുപ്പുകൾ, പഴയ കാലഘട്ടത്തിൽ നമുക്ക് ഇതുപോലുള്ള തയ്യാറെടുപ്പുകൾ വേണ്ട. ഈ തയ്യാറെടുപ്പുകൾ എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ മൈൻഡിനെ ഷാർപ്പൺ ചെയ്യാൻ നിങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ്. മൈൻഡിനെ ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഒരാശയത്തിലൂടെ, ചെറിയ കാര്യത്തിലൂടെ, ചെറിയതായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ചിന്തിച്ച് പിന്നെല്ലാം ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഷാർപ്പ് വർക്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഇൻ ദ റൈറ്റ് ഡയറക്ഷനാണ്, ശരിയായ ഡയറക്ഷൻ. നമ്മൾ സ്മാർട്ട് വർക്ക് ആകുമ്പോൾ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ, ആ ശരിയായ ദിശയിലേക്കാണ് ജോലി ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വർക്ക് വിത്ത് ഇത് റൈറ്റ് മെത്തേഡ്. അപ്പം സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ശരിയായ ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്നു, ശരിയായ മെത്തേഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സെൻറ്റർലി ഡിഫറൻ്റ് ആണ്. അത് കൂടുതൽ സമയം തിന്നു, ശരീരം കൊണ്ടുള്ള ജോലികൾ കൂടുതൽ, കുറേ നേരം ജോലി ചെയ്യുന്നു, നല്ല എക്സസൈസ് കിട്ടുന്നില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ടെൻഷൻസ് ഉണ്ടാകുന്നു, പ്രയാസങ്ങളുണ്ടാകുന്നു, അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നു, ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. ബട്ട് ദെയർ വി ആർ നോട്ട് യൂസിങ് ദ ബ്രെയിൻ. തലച്ചോറ് വെച്ചല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. തലച്ചോറ് കുറച്ചാണ് ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ശരീരം വെച്ചുള്ള വർക്ക്, അതാണ് ഹാർഡ് വർക്ക്. ആൾക്കാരൊക്കെ പണ്ട് പറയുമായിരുന്നു, ഇഫ് യു വർക്ക് ഹാർഡ് യു ക്യാൻ സക്സീഡ് ഇൻ യുവർ ലൈഫ്. ബട്ട് ഇപ്പോൾ അങ്ങനെ അല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് വർക്കിൻ്റെയും സ്മാർട്ട് വർക്കിൻ്റെയും കാലഘട്ടമാണ്. നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യണം, പല ഞാൻ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ മൈൻഡിലിരിക്കുന്ന ആശയങ്ങളെയൊക്കെ മാറ്റി അത് ചെയ്ത് നമ്മുടെ മൈൻഡിനെ കൃത്യമായി നിന്ന് മൈൻഡ് ശരീരത്തോട് ഒന്നായി നിന്ന് ചെയ്യും. അപ്പോൾ മാത്രമേ നമുക്കറിയാവുന്ന, നമ്മളല്ലേ നോ യൂസ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് കുറേ പുസ്തകങ്ങളിലൂടെ അറിവ് കിട്ടി, പക്ഷേ നമ്മൾ പ്രായോഗികമാക്കുന്നില്ല. നമുക്ക് ജോലി ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാൻ, പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. അതാണ് നമ്മൾ പറയുന്നത്. അറിവ് മാത്രം പോരാ, ആക്റ്റീവ് നോളജ് വേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാം. അതാണ് ഈ പറഞ്ഞത്. എന്താ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാമെന്ന് പറയാം. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഡൂയിങ് ദ ജോബാണ്. നമ്മൾ ആ ജോലി അങ്ങ് ചെയ്യുക, ജോലി ചെയ്യാൻ പറഞ്ഞു അങ്ങ് കളച്ച് ചെയ്യുക. പക്ഷേ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ദ ജോബ് ഡൺ ആണ്. അതായത് ബുദ്ധി ഉപയോഗിച്ച് ആ ജോലി അങ്ങ് തീർക്കുകയാണ്. എക്സാക്റ്റ് ഒരെണ്ണം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുകയല്ല, ആ ജോലി ചെയ്ത് അങ്ങ് തീർക്കുകയാണ്. അപ്പോൾ രണ്ടും നമ്മൾ വ്യത്യാസമാണ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ജോലി അങ്ങ് ചെയ്യുന്നു, ആ ഒരു വർക്ക് ചെയ്തു, ഇവിടെ എത്രമാത്രം അതിൻ്റെ പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളതല്ല. മറ്റേന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രോഫിറ്റായിട്ട് ചെയ്യാൻ പറ്റും, എക്സാക്റ്റ് അത് അവിടെ അങ്ങ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരിടത്ത് ഒരു മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഒരു സാധനം കണ്ടെത്തി ഇവിടെ ആണെന്ന് പറഞ്ഞാൽ അവിടെ കുഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് പകരം മൊത്തം കുഴിക്കുന്നത് ഹാർഡ് വർക്കും, ആ എക്സാക്റ്റ് സ്ഥലത്ത് കുഴിക്കുന്നത്, അതാ ഗാന്ധിജി പറഞ്ഞതിൻ്റെ കൂട്ട് 1000 പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ വലുതാണ് ഒരു പ്രാവശ്യം ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന്. അതാണ് സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഈ 3 വർക്കുകളും, അതായത് നമ്മുടെ മനസ്സിൽ
മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ലിവറേജ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് തലച്ചോറിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന വർക്കുകളാണ് എക്സാക്റ്റ് മൈൻഡിനെ വെച്ച് ചെയ്യുന്നത് ഷാർപ്പ് വർക്കും, തലച്ചോറ് വെച്ച് നമ്മൾ ഒരു ഡയറക്ഷനും മെത്തേഡും വെച്ച് ചെയ്യുന്നത് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും, ശരീരം കൊണ്ട് മാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് ഹാർഡ് വർക്ക്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. എപ്പോഴും ഷാർപ്പ് വർക്കിൻ്റെയും സ്മാർട്ട് വർക്കിൻ്റെയും കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ 2 വർക്കുകളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം, നോളജ് എടുക്കണം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം, ടെക്നോളജികൾ യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നെല്ലീസ് ഫാമിലി ടോക്കിലൂടെ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സ്റ്റോറി ടെല്ലിങ്സ്, അങ്ങനെ പല കാര്യങ്ങളിലൂടെ നിങ്ങളുടെ അറിവിനെ എക്സ്പാൻഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ, നിങ്ങളെ ഫർഗീവ്നെസ് വരുത്തുവാൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻസ്പിറേഷണൽ ടോക്ക് നടത്തുവാനൊക്കെ ഞങ്ങളുടെ ഈ ചാനലിലൂടെ വലിയ പദ്ധതികളുണ്ട്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മാസമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളോടൊപ്പം നിൽക്കുക. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ സംസാരിക്കും. അതായത് ഏതെങ്കിലും ഒരു വളരെ സെൻസിറ്റീവായ വിഷയമായിരിക്കാം, വളരെ അറിവ് ലഭിക്കേണ്ടതായ വിഷയങ്ങളായിരിക്കാം, പത്രമാധ്യമങ്ങളിലൂടെ കൂടുതൽ ശ്രദ്ധ പതിച്ചതായിരിക്കാം. ഇങ്ങനെയുള്ള നോളജുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഞങ്ങളോടൊപ്പം നിൽക്കുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾ എപ്പോഴും ഞങ്ങൾ നടത്തുന്ന വീഡിയോ, എന്നും ഞങ്ങൾ ഓരോ വീഡിയോകൾ, ഓരോ ആശയങ്ങൾ നിങ്ങൾക്ക് തരും. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ മൈൻഡിനെ എക്സ്പാൻഡ് ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കുകയും ചെയ്യും. താങ്ക്